ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പാരൻറ്റിങ് ആൻഡ് അക്കാഡമിക് സക്സസ് എന്ന വിഷയത്തിൻ്റെ ഒന്നാം ഭാഗമാണ് ഞാൻ വിവരിക്കുവാനായിട്ട് പോകുന്നത്. ഒരു കുട്ടിയുടെ പഠന നിലവാരത്തെ, അവൻ്റെ അക്കാഡമിക് സക്സസിനെ പാരൻറ്റിങ് എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാം ഭാഗം. ഒരാളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അവരുടെ പഠന നിലവാരത്തെ ബാധിക്കും. അവരുടെ ഇമോഷണൽ ഇൻ്റലിജൻസ്, സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്, ഇതെല്ലാം ഒരാളുടെ പഠന നിലവാരത്തെ ബാധിക്കാറുണ്ട്. ജനറ്റിക്കലി തന്നെ ചില കുട്ടികൾ വളരെയേറെ ഇൻ്റലക്ച്വൽ എബിലിറ്റി ഉള്ളവരായിരിക്കും. അവർക്ക് അവരുടെ എൻവയോൺമെൻറ്റ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നന്നായിരുന്നാൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വളരെയേറെ സെൽഫ് കോൺഫിഡൻസും ധൈര്യവും എല്ലാം ആർജിച്ചെടുക്കുവാൻ കുട്ടികളെ സഹായിക്കുന്ന ഒന്നാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. നിസ്സാര കാര്യങ്ങൾക്ക് വാടി തളർന്നു പോകാതെ എന്തിനേയും നേരിടാനുള്ള ഒരു കരുത്ത് അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട് അവർ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കാഡമിക് സക്സസ് നന്നായിരിക്കും. അതായത് എത്ര തന്നെ പഠിച്ചാലും പരീക്ഷാ സമയത്ത് ആവശ്യമില്ലാത്ത ആൻസൈറ്റിയും മറ്റു കാര്യങ്ങളുമൊക്കെ വന്നു ചേർന്നാൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. പരീക്ഷയുടെ മാർക്ക് അക്കാഡമിക് സക്സസിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിലും അത് ആ നിശ്ചിത സമയത്തിനുള്ളിൽ അത് പേപ്പറിലിട്ട് പകർത്തി എഴുതി മാത്രമേ അവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മാർക്കെന്ന് പറയുന്നത് അക്കാഡമിക് സക്സസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേരിയബിൾ തന്നെയാണ്. അടുത്തത് സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടാണ്. സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. നല്ല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള, അതായത് വളരെ ഒരു എഡ്യൂക്കേഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ ഉള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ള മിക്കവാറും എല്ലാ കുട്ടികളും നല്ല രീതിയിൽ അക്കാഡമിക് തലത്തിൽ നന്നായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. അതേപോലെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അതെല്ലാം പഠന നിലവാരത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഈ സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിന് നിലനിർത്തിയാണ് നമ്മൾ ചില കമ്മ്യൂണിറ്റിക്കൊക്കെ റിസർവേഷനൊക്കെ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവരെ ഒരു സോഷ്യൽ കൾച്ചറൽ ആൻഡ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അവർക്ക് മറ്റു കുട്ടികളെ പോലെ പെർഫോം ചെയ്യാനുള്ള അവസരങ്ങളില്ല എന്നുള്ള ഒരൊറ്റ മാനദണ്ഡം വെച്ചിട്ടാണ് അവർക്ക് റിസർവേഷൻ അനുവദിച്ചിരിക്കുന്നത്. ജോലിക്കായാലും മറ്റ് ഹയർ സ്റ്റഡീസിനുള്ള അഡ്മിഷനൊക്കെ ആയാലും റിസർവേഷൻ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ ഒരു കുട്ടിയുടെ അക്കാഡമിക് സക്സസിനെ ബാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ എല്ലാം സോഴ്സസ് എവിടെ നിന്നാണ്? നമ്മുടെ പഠന മികവിൻ്റെ സോഴ്സസ് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഒന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് പേരൻസ് തന്നെയാണ്. രണ്ടാമത്തെ സോഴ്സ് നമ്മുടെ എൻവയോൺമെൻറ്റാണ്. മൂന്നാമത്തേത് നമ്മുടെ സ്കൂളാണ്. അപ്പോൾ എത്ര ജനറ്റിക്കായിട്ട് ഇൻ്റലക്ച്വൽ ലെവലിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഹോമിലെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ സ്കൂളിലെ എൻവയോൺമെൻറ്റ് പഠന നിലവാരം ഉയർത്തുവാൻ തക്കതല്ലെങ്കിൽ ആ കുട്ടി
ഉന്നതമായ തലങ്ങളിൽ എത്തിയെന്ന് വരില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു അന്തരീക്ഷം കുട്ടികൾക്ക് പഠിക്കാനും വളരാനും സന്തോഷിക്കാനും ഒക്കെയുള്ള ഒരു നല്ലൊരു ഹോം അറ്റ്മോസ്ഫിയർ ആദ്യം ഉണ്ടാക്കുക എന്നതാണ്. അതായത് ഒരു വെൽക്കം അറ്റ്മോസ്ഫിയർ, കുട്ടികൾക്ക് സ്നേഹവും സമാധാനവും ഒക്കെയുള്ള ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് കൊടുക്കുവാൻ പാരൻസിന് കഴിയണം. അതുപോലെ സ്കൂളുകൾ തിരഞ്ഞെടുക്കുമ്പോഴും നാം പല മാനദണ്ഡങ്ങൾ നോക്കി നല്ല നിലവാരമുള്ള സ്കൂളുകൾ തിരഞ്ഞെടുത്താൽ കുട്ടികൾക്ക് അക്കാഡമിക് തലത്തിൽ മികവ് പുലർത്തുവാനായിട്ട് സാധിക്കും. അവരുടെ പഠന നിലവാരത്തിലെ മികവിൽ പാരൻസിന് വളരെയേറെ പങ്കുണ്ട്. അവർക്ക് പോസിറ്റീവായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റുകൾ നൽകി, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അവരെ പിന്തുണച്ച് അവരുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരോട് സംസാരിക്കുകയും അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുകയും ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കുട്ടികളെ തള്ളിവിടാതിരിക്കുകയും ചെയ്താൽ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പരീക്ഷാ തലങ്ങളിൽ ഉന്നത വിജയം നേടുവാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ അവർക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പാരൻസ് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് അവരവരുടെ ഭവനത്തിൽ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള നല്ല അന്തരീക്ഷം ഒരുക്കുക എന്നതാണ്.